Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. KRLC-BC പ്രൊക്ലമേഷൻ കമ്മീഷനും ഷാലോം ടെലിവിഷനും സംയുക്തമായി ഒരുക്കുന്ന ഒരു മഹാവിരുന്നിൻ്റെ 9ാം ദിവസത്തിലാണ് നാം എല്ലാവരും. ഹല്ലേലൂയ. Hallelujah. സ്പിരിച്വൽ വാർ, ആത്മീയ യുദ്ധം. ആ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഉച്ചത്തിൽ പറയട്ടെ ഹല്ലേലൂയ, Hallelujah. 2 സാമുവൽ 6-ാം അധ്യായം, അതിൽ വളരെ മനോഹരമായൊരു കാര്യം വിവരിക്കുന്നുണ്ട്. കർത്താവിന്റെ പേടകവും വഹിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദ് ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ട്. സാബൂളിന്റെ മകൾ മിഖായേൽ ജനൽ കൂടി നോക്കി ആക്ഷേപഹാസ്യങ്ങളായി നിൽക്കുമ്പോൾ ദാവീദ് പറയുന്നൊരു വചനമുണ്ട്, വാക്യമുണ്ട്. നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിനും രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചവിട്ടുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന, എൻ്റെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ആ എന്നെ അറിയുന്ന, എൻ്റെ കുടുംബത്തെ അറിയുന്ന, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ആ നല്ല ദൈവത്തിന് നമുക്ക് വാഴ്ത്തിപ്പാടാം. ഈ കാലങ്ങളിൽ കൊറോണ എന്ന മഹാമാരി മൂലം പലവിധ ശുശ്രൂഷകളിലും മുടങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥകളിൽ നമുക്ക് ഉണർന്ന് പ്രശോഭിക്കാം. യെശയ്യാ 60:1 വചനം പറയുന്നത് അതാണ്, ഉണർന്ന് പ്രശോഭിക്കുക. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. നീ ഇന്ന് ദൈവത്തിന് സാക്ഷിയായി, ഭാരതത്തിന് സാക്ഷിയായി, ഭാരതം മുഴുവൻ, കേരളക്കര മുഴുവൻ ദൈവത്തിന് സാക്ഷ്യമായി മാറട്ടെ. ഉണർന്ന് പ്രശോഭിക്കട്ടെ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നിന്ന് ഈരടികൾ പാടി നമ്മുടെ നല്ല ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം, ആനന്ദ നൃത്തം ചവിട്ടാം. ഹല്ലേലൂയ. ആലപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുക. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ഏറ്റെടുക്കണമേ കർത്താവേ. മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. ഇടവ ഉണരട്ടെ, രൂപത ഉണരട്ടെ,
ധ്യാന ടീമുകൾ ഉണരട്ടെ യേശുനാമത്തിൽ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ യേശുനാമത്തിൽ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കേരളം നിന്റേതാണു യേശുവേ, ഭാരതം നിന്റേതാണു യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണു യേശുവേ, അയക്കണമേ കർത്താവേ. ഭാരതം നിന്റേതാണു യേശുവേ, അഭിഷേകം ചെയ്ത ലോകം അയക്കണമേ കർത്താവേ. മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ യേശുനാമത്തിൽ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ യേശുനാമത്തിൽ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇപ്പോൾ വചനം പങ്കുവെക്കാൻ പോകുന്ന ആന്റണി അച്ഛന്റെ മേല് അവിടുത്തെ ആത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആന്റണി അച്ഛനെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അരുണച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആരാധനയുടെ നിമിഷങ്ങൾക്ക് വേണ്ടി അച്ഛനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വേല ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ അധിക ബലം നൽകണമേ എന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് അയക്കണമേ. സെഹിയോൻ ശാലയിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ വന്ന് ആവസിക്കട്ടെ. ആ ആത്മാവിനെ ഇപ്പോൾ ശിഷ്യരുടെ മേൽ ആവസിച്ച അതേ ആത്മാവിനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. വചനത്തിന്റെ നിറവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സ്പിരിച്വൽ വാറിൻ്റെ പ്രതീകമായ ഒരു അടയാളമാണ്
ദൈവവചനം വാളാകുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലും നമുക്ക് ഈ വചനത്തിൻ്റെ വാളിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണുവാൻ കഴിയും. ദൈവവചനം വാളാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ദൈവവചനവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള വളരെ ആഴമായ ബന്ധമാണ്. വചനം ജീവനാണ്, ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ അപ്പമാണ്. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയുടെ ബാഹ്യമായ അടയാളങ്ങളാണ്. വചനം ജീവൻ്റെ വചനമാണ്, അപ്പം ജീവൻ്റെ അപ്പമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നത്, io do l'importanza equale per il verbo divino come io do l'importanza per la Santa Eucaristia. I give equal importance for the word of God as I give importance for the Holy Eucharist. എത്രമാത്രം പ്രാധാന്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് കൊടുക്കുന്നുവോ അതേ പ്രാധാന്യം ഞാൻ ദൈവവചനത്തിന് കൊടുക്കും. കത്തോലിക്ക സഭയെയും പെന്തക്കോസ്ത സഭയെയും വേർതിരിക്കുന്ന ഒരു വലിയ സത്യമാണിത്. പെന്തക്കോസ്തക്കാര് ദൈവത്തിൻ്റെ വചനത്തിന് സുപ്രീം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവര് ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ദൈവവചനത്തിനും ദിവ്യകാരുണ്യമെന്ന കൂദാശയ്ക്കും ഒരേ തരത്തിൽ തന്നെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം വാളാണ് എന്ന് പറയുമ്പോൾ ആ വചനം ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ അപ്പമാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം? നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ സങ്കീർത്തനം 119, 105 തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് സങ്കീർത്തകൻ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എന്താണ് ദൈവവചനം പഴയ നിയമത്തിൽ? അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പഴയ നിയമമനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പ്രകാശമാണ്. പുതിയ നിയമമനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനം നമുക്ക് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ
ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെയും ഉണ്ടായിട്ടില്ല. മതി. അപ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു. ഇനി എന്താണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുമ്പോൾ ഈ പ്രകാശത്തെക്കുറിച്ച്, ഈ വാളാകുന്ന ദൈവവചനത്തെക്കുറിച്ച് ബൈബിൾ കൃത്യമായിട്ട് നമ്മോട് പറയുന്നത്? വചനം പ്രകാശമാണ്. പ്രകാശം യേശുവാണ്. യേശു ദൈവമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം മോചനമാണ്. ആ മോചനം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രമാത്രം കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിലൂടെ കടന്നുപോയാൽ കാണുവാൻ കഴിയും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം കൂടി ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ വചനം സജീവവും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും മൂർച്ചയേറിയതും പിന്നെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനം പഴയ നിയമത്തില്, ദൈവത്തിന്റെ വചനം സുവിശേഷത്തില്, ദൈവത്തിന്റെ വചനം നമ്മുടെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തില്. ഇതാണ് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്, ഈ വാളാകുന്ന വചനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. വളരെ പ്രത്യേകമായ ഒരു കാര്യം, കോണ്ടംപ്ലേറ്റിംഗ് ദ ഫേസ് ഓഫ് ഗോഡ് ആൻഡ് ജേർണിയിങ് ത്രൂ ഹിസ് ഡിവൈൻ ഗ്രേസ് ഈസ് അവർ റിനീവൽ. നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ തിരുമുഖം വചനത്തിലൂടെ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രസാദവരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതമാണ് കരിസ്മാറ്റിക് ജീവിതം. അതാണ് നമ്മുടെ പ്രൊക്ലമേഷൻ. നമ്മൾ ഈശോയെ വചനത്തിലൂടെ പ്രഘോഷിക്കുന്നു, കൂദാശയിലൂടെ അനുഭവിക്കുന്നു, പരസ്പരമുള്ള സ്നേഹത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഈ വചനമാണ് വാളെന്ന് പറയുന്നത്. അത് നമ്മുടെ ചേതനയിലും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും മജ്ജയിലുമെല്ലാം തുളച്ചു കയറി അവിടെ വലിയ ഒരു നവീകരണം നടത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒന്നുകൂടി ചിന്തിച്ച് കഴിയുമ്പോൾ ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ, വചനം വാളാകുന്നു എന്ന് പറയുമ്പോൾ ഒരു 5 തരത്തിലുള്ള പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, വചനം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. വചനം പ്യൂരിഫൈസ് ദ മാൻ. വചനം ശുദ്ധീകരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ബൈബിൾ നമ്മോട് പറഞ്ഞു തരികയാണ്, ഹൃദയം കഠിനമാക്കാതെ ഇന്ന് നീ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രത്യേകമായ ദാഹമാണ് നമുക്ക് ആവശ്യമുള്ളത്. 2, ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഈ ദൈവവചനമാകുന്ന വാള് നമ്മളെ സഹായിക്കും.
നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും പൂർണ്ണമായി മനുഷ്യനെ നവീകരിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വചനമാകുന്ന വാള്. അപ്പോൾ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ തിരുവചനം. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ വചനവർഷത്തിൽ എല്ലാ വീടുകളിലും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ധ്യാന മന്ദിരങ്ങളിലും എല്ലാ ആസ്പത്രികളിലും എല്ലായിടത്തും സ്ഥാപനങ്ങളിലെല്ലാം നടുക്ക് തന്നെ ഒരുക്കി ഒരു തിരിയെല്ലാം കത്തിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. വചനവർഷം കഴിഞ്ഞു, പിന്നെ ബൈബിൾ കാണുന്നില്ല പള്ളിയിൽ. നോ, ദൈവത്തിൻ്റെ വചന സാന്നിധ്യം വളരെയേറെ ആവശ്യമാണ് മനുഷ്യന്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യനെ ദൈവമാക്കുന്ന വലിയ കൂദാശയാണ് ദിവ്യകാരുണ്യം. ഇത് രണ്ടും നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കാൻ ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് യേശുവിനെ അറിയുവാൻ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയൂ. നമ്മളല്ലാതെ വേറെ ഗ്രന്ഥങ്ങളിലൂടെ പഠനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ എല്ലാം നമ്മളെ സഹായിക്കും. യേശു ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവവചനം ആഴമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ആഴമായി ആഴ്ന്നിറങ്ങുന്ന വചനത്തിൻ്റെ പേരാണ് ഈ വചനമാകുന്ന വാള്. നാലാമതായിട്ട് നമ്മൾ ഈ വചനം വല്ലപ്പോഴും ഭക്ഷിക്കണം. വചനമാകുന്ന വാള് ഭക്ഷിക്കുവാനുള്ളതാണ്. നമ്മൾ വചനമാകുന്ന ഈ ശക്തി ഭക്ഷിച്ചു വളരണം. വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പശ്ചാത്താപം. ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാളാണ് വചനം. നാലാമതായിട്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം നമ്മൾ ഭക്ഷിക്കണം. അഞ്ചാമതായി നമ്മൾ ഈ വചനം ജീവിതത്തിൽ പകർത്തണം. എനിക്ക് വേണമെങ്കിൽ ദിവസം മുഴുവനും വചനം പ്രഘോഷിക്കാം, ദിവസം മുഴുവനും രോഗശാന്തി കൊടുക്കാം, ദിവസം മുഴുവനും എനിക്ക് ദർശനങ്ങൾ കണ്ടിരിക്കാം. But am I really given completely to the word of God? ഞാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിന് എന്നെ തന്നെ കൊടുത്തിട്ടുള്ളവനാണോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം, നമുക്ക് ഈ വചനത്തിൽ 3 ശാസ്ത്രങ്ങൾ കാണാം. The only book where we can find 3 sciences. മറ്റുള്ള ഒരു മതഗ്രന്ഥങ്ങളിലും ഇല്ലാത്തൊന്ന് നമ്മുടെ ഈ ബൈബിളിനകത്തുണ്ട്. ഒന്ന്, നമ്മുടേതായ ഈ ബൈബിളിൽ ആദ്യം കാണുന്നത് ദൈവത്തിൻ്റെ ആ തിരുവചനം. അത് നമുക്ക് അതിലൊരു തത്വശാസ്ത്രമുണ്ട്. തത്വശാസ്ത്രം, വചനത്തിൻ്റെ ബൈബിളിൻ്റെ തത്വശാസ്ത്രം എന്താണ്? മറ്റുള്ളവരെ നിന്നെപ്പോലെ കാണുകയല്ല, മറ്റുള്ളവരെ നീ ദൈവത്തെ പോലെ കാണണം. മറ്റുള്ളവർ നിനക്ക്, അത് തിയോളജി, നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ,
നീ ആദ്യം അത് അവർക്ക് ചെയ്തു കൊടുക്കണം. മൂന്നാമതായിട്ട് ആ വചനത്തിൻ്റെ ശക്തി ഇതാണ്, നീ ആരോടും പക്ഷപാതം കാണിക്കരുത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വാളിൻ്റെ ശക്തി ഈ 3 വലിയ ശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം, നിങ്ങൾ ആദ്യം അത് അവർക്ക് ചെയ്തു കൊടുക്കണം. നിങ്ങൾ ആരോടും പക്ഷപാതം കാണിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയൊരു സത്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന വലിയ ഒരു വാളാണ് ദൈവവചനമെന്ന് നമ്മോട് പറഞ്ഞു തരികയാണ്. ഇനി ഇതോടുകൂടി ഒരു മഹനീയമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഈ വാളാകുന്ന ദൈവവചനത്തിൽ നമുക്ക് 3 തരത്തിലുള്ള മനുഷ്യൻ്റെ ആ സ്വീകരണം കാണാം. എപ്രകാരമാണ് മനുഷ്യൻ ഈ വചനത്തെ സ്വീകരിക്കേണ്ടത്? വചനത്തിൽ നമുക്ക് 3 തരത്തിലുള്ള വചനങ്ങളുണ്ട്. ഒന്ന് കൺസോളിംഗ് വേർഡ്സ്, ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനം. രണ്ടാമത്തത് മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം. മൂന്നാമത്തത് ഉപദേശങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെ ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വാളിനെ 3ആയി ബൈബിളിൽ തിരിച്ചിരിക്കുന്നു. ആശ്വാസവചനങ്ങൾ, മുന്നറിയിപ്പിൻ്റെ വചനങ്ങൾ, പിന്നെ ഉപദേശവചനങ്ങൾ. ഇത് 3ഉം ഒന്ന് ചേരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹം നൽകും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ആകുലതകളുണ്ടാകുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്നൊന്ന് വായിക്കുക, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം കിട്ടും. ആശ്വാസവചനങ്ങൾ ഏറ്റവും അധികമുള്ള ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന ബൈബിള്. മുന്നറിയിപ്പ്, നമുക്കറിയാം മുന്നറിയിപ്പുകൾ. അമ്മയായ മറിയത്തോട് തന്നെ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. പ്രിയ സഹോദരങ്ങളെ, മുന്നറിയിപ്പിൻ്റെ വചനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് വചനവാളെന്ന് പറയുന്ന സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കേണ്ടവർ. ഈ വചനമാകുന്ന വാളിൻ്റെ സാക്ഷികളാണ് അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും എല്ലാ വിശുദ്ധന്മാരും, നമ്മുടെ പഴയ എല്ലാ മാർപ്പാപ്പമാരും, നമ്മുടെ പൂർവികന്മാരുമെല്ലാം. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ആ മുന്നറിയിപ്പുകളെ 2 കൈ നീട്ടി സ്വീകരിച്ചു. മൂന്നാമത്തത് ഉപദേശവചനങ്ങൾ. ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്, ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നവരാണ്. ഇനി എങ്ങനെയാണിത് സ്വീകരിക്കേണ്ടത്? ആശ്വാസവചനങ്ങൾ സമർപ്പണത്തിലൂടെ, മുന്നറിയിപ്പിൻ്റെ വചനങ്ങൾ അനുതാപത്തോടുകൂടി, ഉപദേശവചനങ്ങൾ ആത്മീയ സന്തോഷത്തോടുകൂടി, ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന വാള് നമ്മൾ സ്വീകരിക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ വാളിനെ കുറിച്ച് പറയുമ്പോൾ, എന്തുകൊണ്ട് ആ രാജാവിൻ്റെ അടുത്ത് 2 സ്ത്രീകൾ വന്നു, കുട്ടികൾ, ആ കുട്ടി ആരുടേതാണെന്നറിയാൻ. ആ രാജാവ് എന്താ ചെയ്തത്? പടയാളിയോട് പറഞ്ഞു, നീ പോയി ഒരു വാളെടുത്തോണ്ട് വരിക. വാള് കണ്ടപ്പോൾ യഥാർത്ഥ
അമ്മ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലണ്ട, അത് അവൾക്ക് കൊടുത്തേക്കുക. വാള് സത്യത്തിൻ്റെ അടയാളം കൂടിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന വാള് ധരിക്കാമെന്ന് പറയുമ്പോൾ എപ്പോഴും ആ വചനമാകുന്ന സത്യത്തിന് നമ്മൾ ആ സത്യത്തിൽ ജീവിക്കണം. ഇനി നമ്മളെല്ലാവരും എങ്ങനെയാണ് ഈ ദൈവവചനത്തിൻ്റെ സാക്ഷികളായത്, അത് സ്വീകരിക്കാൻ ശക്തി ലഭിച്ചത്? നമ്മോട് അതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലീവിൻ്റെ മുളയായ നിന്നെ അതിൽ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്താൽ നീ മറ്റു മുറിക്കപ്പെട്ട ശാഖകളേക്കാൾ നല്ലവനാണെന്ന് പറയരുത്. അവരെ മുറിച്ചത് നിന്നെ ചേർക്കാനാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം മുറിക്കുന്നുവെങ്കിൽ അത് നമ്മളെ വീണ്ടും കൂടുതൽ ശക്തമായിട്ട് ഒട്ടിക്കാനാണ്. നമുക്കറിയാം, മുന്തിരി വള്ളിയെക്കുറിച്ച് പറയുമ്പോഴും അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് വെട്ടിക്കളയേണ്ടി വരുന്നു. ഇത് വചനമാണ്, വചനമാകുന്ന വാളാണ്. ഇനി നമുക്കിവിടെ ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. പിന്നെ കാട്ടിലെ ഒരു ഒലിവ് മരത്തിൽ നീ പ്രസാദവരത്തിലൂടെ ഒട്ടിക്കപ്പെട്ടു. അതാണ് സത്യം പറഞ്ഞാൽ വചനമാകുന്ന വാൾ ചെയ്യുന്ന ആ വലിയ ജോലി. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. കാട്ടിലെ ഒലീവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. എന്നിട്ട് ഇടവകയാകുന്ന, രൂപതയാകുന്ന ആ നല്ല ഒലീവിന്മേൽ ആ കാട്ടൊലീവിൻ്റെ മുളയായ നിന്നെ കൊണ്ടുവന്ന് ഒട്ടിച്ചു. വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റി, നീ വളർന്നു. അങ്ങനെ നീ സഭയുടെ മകനായി, സഭയുടെ സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവനായി, വചനത്തിൻ്റെ സാക്ഷിയാകുന്ന വാളെടുക്കുവാൻ നീ വിളിക്കപ്പെട്ടവനായി മാറി. ഇത് പ്രസാദവരത്തിൻ്റെ ശക്തിയിലൂടെ നടക്കുന്ന വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ജീവിത സാക്ഷ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, വളരെ നീണ്ട ഒരു വചനപ്രഘോഷണത്തെക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വചനവാളായിട്ട് ജീവിക്കാം. വചനത്തെ ശ്രവിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാകാം. നമുക്കതിന് വളരെ മനോഹരമായ ഒരു ചിന്ത, ഒരു പഠനം നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ രണ്ടാമത്തെ ലേഖനത്തിൽ നൽകുന്നുണ്ട്. അതിന് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം. എനിക്കെപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത്, ഈ പാവപ്പെട്ട മുക്കുവനായ, ആരാലും ഉപേക്ഷിക്കപ്പെട്ടവനായ ഈ പത്രോസിന് എങ്ങനെ ഇത് എഴുതാൻ കഴിഞ്ഞു? അവനിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാളുണ്ടായിരുന്നു. ആ വാൾ അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജകളെയുമെല്ലാം അവിടുന്ന് നവീകരിച്ചു. എന്താണ് വചനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കൊന്ന് വായിക്കാം. ഓരോന്നും നിർത്തി വായിക്കണം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ
വിശ്വാസത്തെ. സുഹൃതം കൊണ്ടും. സുഹൃതം. നിങ്ങൾക്ക് എപ്പോഴാ വിശ്വാസം കിട്ടിയത്? ജ്ഞാനസ്നാനത്തിലൂടെ. എന്താ ചോദിച്ചത് വൈദികൻ നിങ്ങളോട്? കുഞ്ഞിന് എന്ത് നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നമ്മൾ പറഞ്ഞു ഒന്നുകിൽ മാമോദീസ അല്ലെങ്കിൽ വിശ്വാസം. ഞങ്ങളുടെ കുഞ്ഞിന് വിശ്വാസം നൽകണം. അങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, അപ്പോൾ വിശ്വാസത്തെ നല്ല ജീവിതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. അപ്പോൾ നല്ല ജീവിതവും പ്രവൃത്തിയും ഉണ്ടാകണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഒരു വാളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാളാണ്, വചനമാകുന്ന വാളാണ് ജ്ഞാനം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം, ജ്ഞാനത്തെ ആത്മസംയമനം. ആത്മസംയമനം വേണം. ഇത് ഒരു കാര്യം ഓർക്കുക, വിശ്വാസം ഒരു ദാനമാണ്, സുഹൃതം ഒരു ഫലമാണ്. ആ ഫലത്തെ ജ്ഞാനമാകുന്ന വരം കൊണ്ടും, ആ വരമാകുന്ന ജ്ഞാനത്തെ എന്തുകൊണ്ടാണ്? ആത്മസംയമനം ഒരു ഫലമാണ്. സോ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വാളായിത്തീരുന്നത്? വചനത്തിലൂടെ സ്വീകരിച്ച വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. അതായത് ഒരു 2-3 ധ്യാനം കൂടി കഴിയുമ്പോൾ എനിക്കിപ്പോൾ എല്ലാം അറിയാം, ഞാൻ നിന്നെപ്പോലൊന്നുമല്ല, ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കർത്താവായ ഈശോ നേരെ ഇറങ്ങി വരും. നിങ്ങളുടെ വികാരിയച്ഛനോട് ഒന്ന് പോയി ധ്യാനം കൂടാൻ പറ, അതൊന്നും അറിയാൻ പാടില്ല, പ്രസംഗിക്കാനൊന്നും അറിയാൻ പാടില്ല. നമ്മളുടെ വിചാരം മുഴുവനും ധ്യാനം കൂടി കഴിയുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞുവെന്നാണ്. ഇല്ല. ഇനി ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ഇനി ആത്മസംയമനത്തെയും ക്ഷമ കൊണ്ടും. അയ്യോ, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. നമുക്കെല്ലാം ഉണ്ട്, ജ്ഞാനമുണ്ട്, നല്ല പ്രവൃത്തിയുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്ഷമയില്ലെങ്കിൽ, അപ്പോൾ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, പിന്നെ ക്ഷമയെ ഭക്തി കൊണ്ടും. ക്ഷമയില്ലാത്തവർ ദയവ് ചെയ്ത് ഭക്തി കാണിക്കരുതേ. ക്ഷമയില്ലാത്തവർ ഭക്തി കാണിക്കരുതേ. ക്ഷമയെ ഭക്തി കൊണ്ടും. ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും. ഭയങ്കര ഭക്തിയാണ്. എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ഭക്തിയാണ്. പക്ഷെ എന്താണ്, എല്ലാ ദിവസവും അപ്പച്ചനുമായി വഴക്കാണ്. അപ്പോൾ ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. അപ്പം എല്ലാവർക്കും ഉപവി കൊണ്ടും നിങ്ങൾ സമ്പൂർണരാക്കുവിൻ. അതായത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളിലൂടെ മനുഷ്യനാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അതുപോലെ ആ മനുഷ്യനെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റാനും സാധിക്കും. അതാണ് നമ്മൾ ഈശോയിൽ കാണുന്നത്. ഈശോ യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമായിരുന്നു. വചനത്തിൻ്റെ ശുദ്ധീകരണം വളരെയേറെ ശക്തിയുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി എന്നും പ്രാർത്ഥിക്കാം. ഇനി ഈ വചനം എന്താണെന്ന് പറയുന്നുണ്ട്. വചനം സ്നേഹമാണ്. ഈ വാളെന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ആ വാള് സ്നേഹമാണ്. ഈശോ നീതിയുള്ളവനാണ്. വചനമാകുന്ന വാളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്കൊന്നുകൂടി ആ ദൈവത്തിൻ്റെ എങ്ങനെയാണ് വചനമാകുന്ന വാൾ നമ്മളിൽ
സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെയും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെയും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമ കൊണ്ടും ക്ഷമയെയും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തി കൊണ്ടും ഭക്തിയെയും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെയും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും ഉപയോഗ കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യമാകുന്ന വാളിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, വചനമാകുന്ന വാള് ഞങ്ങൾക്ക് നൽകിയത് മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ വേദനിപ്പിക്കുവാനോ അല്ല. വചനത്തിൻ്റെ വാൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ടാണ്. ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അത് പശ്ചാത്താപമാണ്. റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, എസ്പെഷ്യലി ദ സോഡ്. ദൈവവചനമാകുന്ന വാളിലൂടെ മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പശ്ചാത്താപം. അത് ദൈവം നൽകുന്നതാണ്. മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നത് ജീവിത വിശുദ്ധിയാണ്, ഹോളിനെസ്. നമ്മൾ എവിടെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായി മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അമ്മയായ മറിയമേ, കർമ്മലമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രൊക്ലമേഷൻ പദ്ധതിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നമുക്കായി സന്നിധി ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മെ കാണുവാനും നമ്മെ കേൾക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായി അവിടുന്ന് ഇതാ ഈ തിരുവൾത്താരയിൽ നമുക്കായി സന്നിധി ചെയ്യുന്നു. നമ്മുടെ ഉള്ളും നമുക്കുള്ളത് മുഴുവനും അറിയുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ കാണുവാൻ, അവിടുത്തെ കേൾക്കുവാൻ, അവിടുത്തെ ഒരു ജീവിത അനുഭവമാക്കുവാൻ നാം അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുകയാണല്ലോ. അതേ പ്രിയമുള്ള ദൈവജനമേ, ദിവ്യകാരുണ്യനാഥൻ നമുക്കായി തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി അവിടുന്ന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യമെന്ന കുദാശ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് അനുദിനം വരുന്നു. ആ ദിവ്യകാരുണ്യനാഥൻ്റെ ദിവ്യമായ കാരുണ്യത്തിലും സ്നേഹത്തിലും നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. എപ്രകാരം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാൻ സാധിക്കണം. ദൈവസ്നേഹവും പരസ്നേഹവുമാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ച ദൈവകൽപ്പനകളുടെ സാരാംശം. അതെ, തീർച്ചയായും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തി അനുദിനം ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നാം ആയിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, അവിടുത്തെ നമുക്ക് ഒന്നു ചേർന്ന് മഹത്വപ്പെടുത്താം. അതിരുകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ, യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. തിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം,
നിത്യസ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ് എന്നവിടെ നമ്മെ പഠിപ്പിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് നാം ഓടി അകന്നാലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മിൽ നിന്ന് ഓടി അകലുകയില്ല. നമ്മെ അനുദിനം അവിടുത്തെ മാറോടണച്ച് അവിടുന്ന് ആശ്രയിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ലോക സുഖങ്ങൾക്ക് പിന്നാലെ നാം പരക്കം പായുമ്പോൾ കർത്താവ് നമ്മെ അവിടുത്തെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്നു. ആ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല. അതെ, പെറ്റമ്മയെക്കാളും നമ്മെ അതിയായി സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ, ആ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കുവാൻ ഉള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവപിതാവിന് മഹത്വപ്പെടുത്താം. അമ്മയുടെ സ്നേഹത്തെക്കാൾ ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹത്തിലായിരിക്കുന്ന നമുക്ക് ആ സ്നേഹം അനുഭവിച്ചറിയാം. ദിവ്യകാരുണ്യനാഥൻ അവിടുത്തെ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുമ്പോൾ, അതെ, ആ അനുഗ്രഹവും സമാധാനവും നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമുക്ക് എപ്പോഴും ആയിരിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് മുട്ടുകൾ മടക്കാം. വണങ്ങുക, സാഷ്ടാംഗം വീഴുക, ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മ
സ്തോത്രമുണ്ടാകണമെന്നുമെന്നും. പാവനാത്മാവിനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ ദിവ്യ കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയെ ആരാധിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ ഏകദൈവമേ, ദ്വിത്വൈകദൈവമേ, അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ, സ്നേഹപിതാവേ, സ്വർഗ്ഗപിതാവേ, അപ്പാ, ആരാധന, ആരാധന, ആരാധന. യേശു കർത്താവേ, എന്റെ പ്രാണപ്രിയനെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുനാഥനെ സ്തുതി, മഹത്വം, ആരാധന. ഹല്ലേലൂയ. എന്റെ പരിശുദ്ധാത്മാവേ, ദൈവമേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.